എയുടെ സുരക്ഷിത കരങ്ങളിലായിരിക്കുന്നതിനാൽ ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് അഹമ്മദ് ഷെരീഫ്. ഹായ് സുഖമായിരിക്കുന്നു. ഷെരീഫ് ഹായ് സമാധാനമായിരിക്കുന്നു. ഹായ് എല്ലാവർക്കും ഷെരീഫ. ഹായ്. ഏതായാലും ഇന്നത്തെ ഈ പ്രോഗ്രാം മിഡ് നൈറ്റ് സ്റ്റാർ ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ 4ാമത്തെ വാർഷികം. ആ വാർഷികത്തിൽ ഞാൻ എൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കുകയാണ്. എന്നെ ഈ ഒരു വിഷയാവതരണത്തിന് വിളിച്ചതിലും ഞാൻ സന്തോഷം പങ്കുവെക്കുകയാണ്. ഞാൻ മിഡ് നൈറ്റ് സ്റ്റാറിൽ അധികമൊന്നും ഞാൻ കയറാറില്ല. തുടക്കത്തിലൊക്കെ ഞാൻ 1-2 പ്രാവശ്യങ്ങളിലൊക്കെ ആയിട്ടേ കയറിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 1-2 വിഷയാവതരണവും. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ കൃത്യം 10 മണിയാവുമ്പോൾ ഉറങ്ങാൻ കിടക്കും. അതൊരു രീതിയിലങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് വേണമെങ്കിലൊന്ന് പറയാമെന്ന് വിചാരിച്ചാൽ കൂടെ വൈഫുണ്ടാകും. അപ്പോൾ അവളുടെ ഉറക്കം ബുദ്ധിമുട്ടിലാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കയറാൻ പറ്റാത്തതൊക്കെ. പക്ഷേ ഇന്ന് വളരെ ഫ്രീയാണ് ഞാൻ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, വീടിൻ്റെ തൊട്ടടുത്ത് കല്യാണമുണ്ട്. ഒരു 2 വീടപ്പുറം. അപ്പോൾ വീട്ടുകാരൊക്കെ അവിടെയാണ്. ഏകദേശം കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക. അപ്പോൾ അതുവരെ ഫ്രീയാണ്. ഏതായാലും ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം ഭയം, ഫിയർ, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഭയം എന്നുള്ളത് നമ്മളെ ബിഗ് ബുക്കിൽ 4ാമത്തെ പടിയിൽ ഭയവും കോപവും നീരസവും ആൽക്കഹോളിക്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ 4ാം പടി ചെയ്യുമ്പോൾ ഈ കാരണങ്ങളിൽ വല്ലാണ്ട് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ 4ാം പടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഭയവും കോപവും നീരസവും. ഏഴ് പടികളിൽ എല്ലാ പടികളും പ്രാധാന്യമുള്ളതാണെങ്കിലും പലപ്പോഴും നമ്മളൊക്കെ ഒഴിവാക്കി വെച്ചിരുന്ന, ഞാൻ എത്രയോ വർഷങ്ങൾ പടികൾ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ഈ 4ാം പടി ചെയ്യേണ്ടതാണ്. അതിൽ തന്നെ ഭയം കൂടാതെ എന്ന് പറയുന്നൊരു ഭാഗം. 4ാം പടി ചെയ്യുമ്പോൾ ഭയം കൂടാതെ ഞങ്ങളുടെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി എന്നുള്ളതാണ്. അപ്പം അതിൽ ഭയത്തിനെ വല്ലാണ്ട് ഫോക്കസ് ചെയ്തിട്ടാണ് 4ാം പടി ഉള്ളത്. അപ്പോൾ എന്താണ് ഭയം? എയിൽ പറയുന്ന ഭയം ഏതാണ്? നമ്മൾ സാധാരണ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭയമാണോ എയിലുള്ളത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലുമാണോ? നമ്മളൊരു ഭയം സാധാരണയായിട്ട് അനുഭവിക്കാറുണ്ട്. ഭയവും അനുഭവിക്കുകയും കോപവും അനുഭവിക്കാറുണ്ട്, നീരസമൊക്കെ നമ്മൾ അനുഭവിച്ചത്. ഈ ഭയം എന്ന് പറയുന്നതും കോപം എന്ന് പറയുന്നതും ഒക്കെ ഒരു മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വൈകാരിക തലങ്ങളാണ്. നമുക്ക് തന്നെ അറിയാം, ഭയം ഇല്ല എങ്കിൽ നമ്മൾ പല അപകടത്തിലും ചെന്ന് ചാടും. ഒരു വ്യക്തിക്ക് ഭയമില്ലാത്ത ആളാണെങ്കിൽ അപകടങ്ങൾ, നമ്മളൊരു ഉദാഹരണത്തിനൊന്ന് എടുത്താൽ നമ്മൾ ഒരു പട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ ഭയമുള്ള ആളുകൾ പട്ടിയുടെ കടി ഏൽക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെയാണ് ഒരു പാമ്പുള്ള സ്ഥലത്തേക്ക് നമ്മൾ അടുത്ത് ചെല്ലാതിരിക്കുന്നത്. പാമ്പിനോടുള്ള ഭയം, ആ ഒരു ഭയം നമ്മളിൽ വരുമ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ചെല്ലില്ല. അതൊക്കെ നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജന്മവാസനകളായിട്ട് തന്നതാണ് ഭയം എന്ന് പറയുന്നത്. കോപവും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒരു വ്യക്തിയോട് ഒരു കോപം ഉണ്ടാകുന്നത് നമ്മളൊരു ഒന്ന് നമ്മൾ മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു ആക്രമണകാരിയായി മാറും. ഒരു കോപമുള്ള സമയത്ത് ഒരാളോടോ മറ്റെന്തിനോടെങ്കിലും, ഒരു മൃഗത്തിനോടൊക്കെ ഒരു കോപമുള്ള സമയത്താണ് നമ്മളൊരു ആക്രമണകാരിയായി മാറുന്നത്, അഥവാ നമ്മൾ പൊരുതുന്നത്. ആ ഒരു പൊരുതൽ അല്ലെങ്കിൽ ഒരു പോരാട്ടം നമ്മൾക്കില്ലാതെയാവുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നിനോടും ഏറ്റുമുട്ടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മളിലുള്ള ചില സാധനങ്ങളാണ്. ഈ ഭയത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ ഞാൻ ഭയം അനുഭവിക്കുന്നത്, എനിക്കിപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ ചില ഭയങ്ങൾ എന്നിലുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ.
ഞാൻ വല്ലാതെ ഭയപ്പാടിലായിരിക്കും ആ സമയങ്ങളൊക്കെ.